Good morning and welcome once again to Doctor's Talk. ഇന്നത്തെ ഡോക്ടേഴ്സ് ടോക്കിൽ എന്നോടൊപ്പം ഡോക്ടർ രാജീവ് ജയദേവൻ. അദ്ദേഹം ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റാണ്. ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം അൾസറാണ്, ഗ്യാസ്ട്രിക് അൾസർ. ഒരുപക്ഷെ എല്ലാവർക്കും അറിയാമായിരിക്കും വയറിനുള്ളിലുണ്ടാകുന്ന, കുടലിലുണ്ടാകുന്ന അൾസറുകളെക്കുറിച്ച്. ആ അൾസർ എന്താണ്, ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുകയും അതേപോലെ തന്നെ നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന ഒരു അസുഖമാണ് ഈ അൾസർ. അതിനെക്കുറിച്ച് അതെന്താണ്, അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് അൾസർ നിയന്ത്രിച്ച് നിർത്താൻ, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഡോക്ടർ സംസാരിക്കുന്നത്. ഡോക്ടറിലേക്ക് നമുക്ക് പോകാം. ഡോക്ടർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഐ എം ഫൈൻ. ഡോക്ടർ, ഞാൻ പറഞ്ഞല്ലോ നമ്മളെ വിഷയം അൾസറാണ്. ഒരു പക്ഷേ ഈ അസിഡിറ്റിയും അൾസറും ഒക്കെ ഒന്നാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും അസിഡിറ്റിയാണ് അൾസർ എന്ന് വിചാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത്. അൾസർ എന്താണ് എന്ന് യഥാർത്ഥത്തിൽ എല്ലാവർക്കും അറിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. വളരെ സിമ്പിളായിട്ടൊരു സാധനമാണെങ്കിൽ പോലും. അപ്പോൾ എന്താണ് അൾസർ എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. അൾസർ എന്ന് ഉദ്ദേശിക്കുന്നത് പെപ്റ്റിക് അൾസർ ഡിസീസ്, അതാണ് അതിൻ്റെ ടെക്നിക്കൽ ടേം. ആമാശയത്തിൽ ഉണ്ടാകുന്ന വ്രണം, വലിപ്പമേറിയ വ്രണത്തിനെയാണ് അൾസർ എന്ന് വിശേഷിപ്പിക്കാറ്. അൾസർ ആമാശയത്തിൽ മാത്രമല്ല, ഡൈജസ്റ്റീവ് സിസ്റ്റം, ദഹനേന്ദ്രിയത്തിൽ എവിടെ വേണമെങ്കിലും അൾസർ പ്രത്യക്ഷപ്പെടാം. ഉദാഹരണത്തിന് വായിൽ, അല്ലെങ്കിൽ ഫുഡ് പൈപ്പിൽ, അതായത് അന്നനാളത്തിൽ, ചെറുകുടലിൽ, വൻകുടലിൽ, എല്ലായിടത്തും അൾസർ പ്രത്യക്ഷപ്പെടാം. പക്ഷേ ഈ പ്രോഗ്രാമിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും പെപ്റ്റിക് അൾസറാണ്. അതായത് സ്റ്റമക്ക് അല്ലെങ്കിൽ ഡുവോഡിനം, ചെറുകുടലിൻ്റെ ആദ്യ ഭാഗം, ഇവിടെ പ്രത്യക്ഷപ്പെടുന്ന അൾസറിനെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ആമാശയ ഭിത്തി എന്ന് പറയുന്നത് വളരെ ലോലമായിട്ടുള്ളൊരു ചർമ്മമാണ്, മ്യൂക്കോസ എന്ന് വിളിക്കും. ഈ മ്യൂക്കോസയാണ് നമ്മുടെ ശരീരവും നമ്മുടെ പരിസ്ഥിതിയുമായിട്ട് നമ്മളെ വേർതിരിക്കുന്ന ഒരു ഭിത്തി, നമ്മുടെ ഒരു അതിർത്തി രേഖ എന്ന് വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ ഈ അതിർത്തി രേഖയിൽ എന്തെങ്കിലും ഒരു വിള്ളൽ ഉണ്ടാവുകയാണെങ്കിൽ അത് പിൽക്കാലത്ത് അൾസറിലേക്ക് നയിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില ഘടകങ്ങൾ നമുക്ക് ചുറ്റും നിലവിലുണ്ട്. ആ ഘടകങ്ങളിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. ഈ അൾസർ, ഇപ്പം ഘടകങ്ങളെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അൾസർ ഉണ്ടാകാനുള്ള കാരണങ്ങളായിരിക്കും ഡോക്ടർ സൂചിപ്പിച്ചത്. അത് തന്നെയാണ് അടുത്ത ചോദ്യം, എന്താണ് കാരണങ്ങൾ? അൾസർ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഹെലിക്കോബാക്ടർ പൈലോറൈ എന്ന് വിളിക്കുന്ന ഒരു രോഗാണുവാണ്. ഇറ്റ് ഇസ് എ ബാക്ടീരിയം. ബാക്ടീരിയം എന്ന് വെച്ചാൽ സൂക്ഷ്മമായിട്ട് നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റാത്ത രീതിയിലുള്ള രോഗാണു. ഇത് ഡിസീസ് ഫോമിംഗ് ബാക്ടീരിയ ഉണ്ട്, ഡിസീസ് ഫോം ചെയ്യാത്ത ബാക്ടീരിയ ഉണ്ട്. അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലുണ്ട്, ആവശ്യമില്ലാത്ത ബാക്ടീരിയ ഉണ്ട്, രോഗമുണ്ടാക്കുന്ന ബാക്ടീരിയ ഉണ്ട്. അപ്പോൾ ഹെലിക്കോബാക്ടർ എന്ന് വിളിക്കുന്നത് രോഗമുണ്ടാക്കുന്ന തരം ബാക്ടീരിയ ആണ്. ചുരുക്കം പറഞ്ഞാൽ എല്ലാ ബാക്ടീരിയകളും രോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയകളല്ല. പക്ഷേ ഹെലിക്കോബാക്ടർ നമ്മുടെ ആമാശയത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ അതിലൊരു ചെറിയ ശതമാനം വ്യക്തികൾക്ക് അൾസർ ഉണ്ടാകാറുണ്ട്. ഈ അൾസർ കണ്ടുപിടിക്കപ്പെടാതിരുന്നാൽ കോംപ്ലിക്കേഷൻസ് വരുത്താറുമുണ്ട്. ഹെലിക്കോബാക്ടറിനെ പറ്റി പറയുമ്പോൾ അത് നോബൽ പ്രൈസിന് അർഹമായിട്ടുള്ളൊരു കണ്ടുപിടുത്തമാണെന്നും കൂടെ ഓർക്കുന്നത് നല്ലതാണ്. കാലം വരെ അൾസർ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല എന്നൊരു ധാരണ മുൻകാലത്ത് ഡോക്ടർമാർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വൺസ് ആൻ അൾസർ ഓൾവേസ് ആൻ അൾസർ എന്നൊരു പഴമൊഴി തന്നെ പണ്ട് ഡോക്ടർമാർക്കിടയിൽ നിലവിലുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. ഹെലിക്കോബാക്ടർ മുഖേന ഉണ്ടാകുന്ന അൾസർ ആണെങ്കിൽ അത് പൂർണ്ണമായിട്ടും നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. ഹെലിക്കോബാക്ടർ മുഖേന ഉണ്ടാകുന്ന അൾസർ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ വേറെയും കാരണങ്ങളുണ്ടോ? അപ്പോൾ തീർച്ചയായും ഹെലിക്കോബാക്ടറിന് പുറമെ അൾസർ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം സ്മോക്കിംഗ് ആണ്, പുകവലി. പുകവലിയോടൊപ്പം മദ്യപാനം കൂടി ആയിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആമാശയ ഭിത്തിയുടെ ആ ഒരു ആവരണം, ദ ഇൻറ്റേർണൽ ലൈനിങ് ഓഫ് ദ സ്റ്റമക്ക്, അതിൽ ബ്രീച്ച് അല്ലെങ്കിൽ വിള്ളൽ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. പിന്നെയുള്ളത് മരുന്നുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം, പ്രത്യേകിച്ച് പറയേണ്ടത് ആസ്പിരിൻ, പിന്നെ പെയിൻ കില്ലേഴ്സ്. ഇപ്രകാരമുള്ള അൾസർ ഫോമിംഗ് മെഡിസിൻസ് പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ പല ആവശ്യങ്ങൾക്കായിട്ട് പേഷ്യൻസ് ഉപയോഗിക്കാറുണ്ട്. ഈ മരുന്നുകളുടെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഉപയോഗത്തിനാലാണ് ഇപ്പോൾ കറൻറ്റ് ഡേ പ്രാക്ടീസിൽ, ഇപ്പോഴത്തെ പ്രാക്ടീസിൽ അൾസേഴ്സ് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. മറ്റു രീതിയിലുള്ള പണ്ടത്തെ ലൈഫ് സ്റ്റൈൽ രീതിയിലുള്ള അൾസേഴ്സ് ഇപ്പോൾ കുറവാണ്. പട്ടിണി കിടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ വളരെ മുന്നോട്ട് പോയിരിക്കുകയാണ്. പണ്ടൊക്കെ ഒരുപാട് കാലം ഭക്ഷണം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ വയറിൽ അൾസർ വരുമെന്ന് പറയുമായിരുന്നു. ഇപ്പോഴങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ സുഭിക്ഷമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണം മിസ് ചെയ്യുന്ന ചില വ്യക്തികളുണ്ട്. അവരിലും വിരളമായിട്ട് അൾസർ കണ്ടുവരാറുണ്ടെങ്കിലും പ്രധാനമായും ഹെലിക്കോബാക്ടറും ഈ ടാബ്ലറ്റ്സുമാണ്, ഈ മേൽപ്പറഞ്ഞ ടാബ്ലറ്റ്സുമാണ് അൾസർ കൂടുതലായിട്ടും ഉണ്ടാക്കുന്നത്. യെസ്. ഈ മരുന്നുകളുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ ആസ്പിരിൻ എന്ന് ഡോക്ടർ എടുത്തു പറഞ്ഞു. ആസ്പിരിൻ, അതുപോലെ പെയിൻ കില്ലേഴ്സിനെ മാറ്റിയതിൽ ഈ ആസ്പിരിൻ എനിക്ക് തോന്നുന്നു ഒരു നമ്മുടെ സമൂഹത്തിലൊരു എൽഡർ ഏജ് ഗ്രൂപ്പ്, ഒരു എബവ് 50 years ഓഫ് ഏജ് വരുന്ന ആൾക്കാർ, പ്രത്യേകിച്ചും ഹാർട്ട് ഡിസീസിൻ്റെയോ സ്ട്രോക്കിൻ്റെയോ ഒക്കെ റിസ്ക് ഉള്ള ആൾക്കാർ,
ബൈ പ്രിസ്ക്രിപ്ഷൻ തന്നെ, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിൽ തന്നെ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ഡ്രഗാണ് ഈ ആസ്പിരിൻ. അതിന് വേറൊരു പേരുകൊണ്ട് എക്കോസ്പിരിൻ. അതങ്ങനെ പറഞ്ഞാലേ കാണുന്നവർക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മരുന്ന് ഉപയോഗിക്കുന്നത് കുഴപ്പമാണെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പം നമുക്കത് എല്ലാ ആൾക്കാരും അത് കഴിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അത് കഴിക്കേണ്ടാത്ത ഒരു ഗ്രൂപ്പുണ്ട്, അവരെ മാറ്റി നിർത്താൻ പറ്റുമോ, എങ്ങനെയാണ് അതെങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും? ആസ്പിരിൻ കഴിക്കേണ്ടതിന് വ്യക്തമായിട്ടുള്ള ഇൻഡിക്കേഷൻസ് ഉണ്ട്. കൃത്യമായിട്ടുള്ള കാരണം ഇല്ലാതെ ആസ്പിരിൻ കഴിക്കാൻ പാടില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു മൾട്ടിവൈറ്റമിൻ കഴിക്കുന്ന ലാഘവത്തോടെ നമ്മൾ ആസ്പിരിനെ കാണാൻ പാടില്ല. ആസ്പിരിൻ ഒരു ഡോക്ടർ സമീപകാലത്ത്, ഇപ്പോഴത്തെ കറണ്ട് ഡേ പ്രാക്ടീസിൽ ഡോക്ടർ സാധാരണ ആസ്പിരിൻ എഴുതുന്നത് ഹാർട്ട് ഡിസീസ് ഉള്ള പേഷ്യൻസ്, അല്ലെങ്കിൽ തലച്ചോറിലേക്കുള്ള രക്തസ്രാവത്തിന് കോംപ്രമൈസ് ഉള്ള പേഷ്യൻസ്, സ്ട്രോക്ക് വന്നിട്ടുള്ള പേഷ്യൻസ്, ഈ 2 കാറ്റഗറിയിലുള്ള പേഷ്യൻസിനാണ് ഇപ്പോൾ പ്രധാനമായും ആസ്പിരിൻ ഉപയോഗിക്കുന്നത്. പണ്ട് കാലത്ത് ആസ്പിരിൻ കണ്ടുപിടിച്ചപ്പോൾ അതൊരു പെയിൻ കില്ലറായിരുന്നു. അന്ന് ആസ്പിരിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തലവേദനയ്ക്ക് ആസ്പിരിൻ, കാലുവേദനയ്ക്ക് ആസ്പിരിൻ, വാദത്തിന് ആസ്പിരിൻ, എല്ലാത്തിലും ആസ്പിരിൻ കഴിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മാറി. അന്ന് ഇപ്പോൾ മേൽപ്പറഞ്ഞ തലവേദനയ്ക്കും മറ്റ് ടാബ്ലറ്റ്സ് അവൈലബിൾ ആണ്. പക്ഷേ ആസ്പിരിൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന അതിൻ്റെ ഉപയോഗത്തിൻ്റെ ഇൻഡിക്കേഷൻസ് ചുരുങ്ങി ഇപ്പോൾ ഹാർട്ട് ഡിസീസിനും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ സ്ട്രോക്ക് പ്രിവെൻഷനുമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് വളരെ ബ്രോഡായിട്ടുള്ളൊരു ഡയഗ്നോസിസ് ആണ്. പല തരത്തിലുള്ള കാർഡിയാക് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഈ കാർഡിയാക് കണ്ടീഷൻ, എല്ലാ കണ്ടീഷൻസിനും ആസ്പിരിൻ കഴിക്കണം എന്ന് നിർബന്ധമില്ല. അത് വ്യക്തമായിട്ടുള്ള അതിനുള്ള ഗൈഡ് ലൈൻസ് ഇൻ്റർനാഷണൽ സൊസൈറ്റീസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഈവൻ അവൈലബിൾ ഓൺലൈൻ. അത് നമ്മൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നമുക്ക് ആസ്പിരിൻ കഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. ഇപ്പോഴത്തെ പേഷ്യൻസ് പലരും വളരെ ഇൻ്റർനെറ്റ് സാവിയാണ്. നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ അറിയാൻ സാധിക്കും നിങ്ങൾ കഴിക്കുന്ന ആസ്പിരിൻ വാസ്തവത്തിൽ നിങ്ങൾ കഴിക്കേണ്ടതാണോ എന്ന് ഡോക്ടർമാരോട് ഒരുപക്ഷെ നിങ്ങൾക്ക് ചോദിക്കേണ്ടി വന്നേക്കാം. കാരണം ആസ്പിരിൻ എന്നുള്ളത് പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് വരുത്തും. ഒന്ന്, GI ബ്ലീഡിങ്. ഞാനൊരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റാണ്, എൻഡോസ്കോപ്പിയാണ് എൻ്റെ വർക്ക്. അപ്പോൾ ഞാൻ കാണുന്ന GI ബ്ലീഡിങ്, ഇൻറ്റേർണൽ ബ്ലീഡിങ്ങിൽ പ്രധാനമായിട്ടുള്ള ഒരു കണ്ണി ഈ ആസ്പിരിൻ തന്നെയാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട്, ഈ പേഷ്യൻറ്റിന് ആസ്പിരിൻ ആവശ്യമുണ്ടായിരുന്നോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. പിന്നെ GI ബ്ലീഡിങ് വന്നിട്ടുള്ള ഒരു പേഷ്യൻറ്റിന് പിൽക്കാലത്ത് ആസ്പിരിൻ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ മേൽനോട്ടത്തിലായിരിക്കണം, നിർദ്ദേശപ്രകാരമായിരിക്കണം. അപ്പോൾ പറയാനുള്ളത്, ആസ്പിരിൻ കഴിക്കുന്ന വ്യക്തികൾ ഒരു രണ്ടാമൊന്ന് വെരിഫൈ ചെയ്യുന്നത് നന്നായിരിക്കും, വെദർ യു റിക്വയർ ഇറ്റ് ഓർ നോട്ട് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. അപ്പോൾ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നല്ല പൂർണ്ണ ആരോഗ്യമുള്ള ഒരാൾ, 50 വയസ്സുള്ള ഒരാൾ ആസ്പിരിൻ കഴിച്ചു എന്ന് വെച്ചിട്ട് ഹാർട്ട് ഡിസീസ് വരാതിരിക്കില്ല. ദാറ്റ് ഇസ് നോട്ട് ട്രൂ. അങ്ങനെ ഒരു മിഥ്യയും ഇപ്പോൾ നിലവിലുണ്ട്. അതുകൊണ്ട് ഒരു ആസ്പിരിൻ കഴിച്ചു കളയാം, ഹാർട്ട് ഡിസീസ് വരില്ല എന്നൊരു ധാരണ നിലവിലുണ്ടെങ്കിൽ അത് പൂർണ്ണമായും തെറ്റാണ്. ഇനി ആസ്പിരിൻ കഴിക്കേണ്ട ഇൻഡിക്കേഷൻസിൽ അത് പ്രധാനമായും അതെറോസ്ക്ലെറോട്ടിക് ഹാർട്ട് ഡിസീസ്, അതായത് ഹൃദയധമനികളിൽ ഉണ്ടാകുന്ന കട്ടപിടിക്കൽ, ഈ കട്ടപിടിക്കൽ ബാധിച്ചിട്ടുള്ള വ്യക്തികളിൽ ആസ്പിരിൻ കഴിക്കുന്നതിൽ കഴമ്പുണ്ട്. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ഡയബറ്റീസ് ഉള്ളവരും ഹാർട്ട് ഡിസീസ് ഉള്ളവരും ആസ്പിരിൻ കഴിക്കാറുണ്ട്. സ്ട്രോക്ക്, പ്രത്യേക തരത്തിലുള്ള സ്ട്രോക്ക് വന്നവരിലും ആസ്പിരിൻ ഗുണം ചെയ്യാറുണ്ട്. വേറൊരു പ്രോബ്ലം വരുന്നത്, നേരത്തെ ഡോക്ടർ പറഞ്ഞു ആസ്പിരിൻ കഴിക്കുന്നവരിൽ മിക്കവരും എൽഡർലി ആണെന്ന്. 50 എൽഡർലി അല്ല, 65-ഉം 75-ഉം ഒക്കെയാണ് ഇപ്പോഴത്തെ എൽഡർലി എന്ന് ഡിഫൈൻ ചെയ്യാറ്. 65 വയസ്സ് കഴിഞ്ഞവരിൽ ആസ്പിരിൻ ഉപയോഗിക്കുന്നവർ പ്രത്യേകം സൂക്ഷിക്കണം. കാരണം ബൈ ഇറ്റ് സെൽഫ് ഏജ് ഇസ് എ റിസ്ക് ഫാക്ടർ. ഈ 65 വയസ്സ് കഴിഞ്ഞവരിൽ അൾസറിൻ്റെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അവർ ആസ്പിരിൻ ഉപയോഗിക്കുകയാണെങ്കിൽ സാധ്യത അതിനേക്കാളും കൂടുന്നു. ഇതിനു പുറമെ പെയിൻ കില്ലേഴ്സ് ആയിട്ട് ഐബിപ്രോഫെൻ, ഡിക്ലോഫെനാക്, നെപ്രോക്സൻ മുതലായിട്ടുള്ള പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ റിസ്ക് 10 മടങ്ങാവുകയാണ്. അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, സാധാരണ അൾസർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വയറുവേദനയെ പറ്റിയാണ് ആലോചിക്കാറ്. പക്ഷേ ഇപ്രകാരമുള്ള അൾസേഴ്സ് സൈലൻ്റ് ആയിരിക്കും, പേഷ്യൻ്റ് യാതൊരു ലക്ഷണം ഉണ്ടാവില്ല. പലപ്പോഴും ഒരു മേജർ ബ്ലീഡായിട്ടായിരിക്കും ഇവർ കാഷ്വാലിറ്റിയിൽ വരാറ്. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ എനിക്ക് വയറുവേദനയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയും. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ കുറിച്ചിടും ഇത് മിക്കവാറും ഒരു ഡ്രഗ് ഇൻഡ്യൂസ്ഡ് അൾസർ ആയിരിക്കും. നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ വലിയൊരു അൾസർ അവിടെ ഉണ്ടാവുകയും അതിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാഴ്ച കണ്ടുവരാറുണ്ട്. അപ്പോൾ പറയാനുള്ളത്, പ്രായം ആയിട്ടുള്ള വ്യക്തികൾ 65 ഇയേഴ്സ് ആൻഡ് ഓൾഡ് ആസ്പിരിൻ കഴിക്കുന്നവർ, അതിന് പുറമേ ആയിട്ട് പെയിൻ കില്ലേഴ്സ് വളരെ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. സേഫ് ആയിട്ടുള്ളൊരു പെയിൻ കില്ലറിൻ്റെ പേര് പറയാം, അത് പാരസിറ്റമോളാണ്. നമ്മുടെ അവർ ഓൺ ക്രോസിൻ, ഡോളോ, മെറ്റാസിൻ, ടൈലനോൾ എന്ന് വിളിക്കുന്ന പാരസിറ്റമോൾ സേഫാണ്. അത് കൃത്യമായിട്ടുള്ള ഡോസിൽ കഴിച്ചു കഴിഞ്ഞാൽ വയറിന് അൾസർ ഉണ്ടാവുകയില്ല. അപ്പോൾ ഈ ഒരു വിവരം പേഷ്യൻസിന് ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.